നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വ്യക്തി നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു പുതിയ തുടക്കമാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വിട്ടു പോകാൻ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ മാറ്റമാണ് നിങ്ങളുമായിട്ടുള്ള നല്ല രീതിയിലുള്ള ആത്മബന്ധം. ആ ഒരു ആത്മബന്ധത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായി തന്നെ കാണുവാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ വ്യക്തി ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിച്ചിരുന്നു നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് നന്നായി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. പക്ഷെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളില്ലാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര വിധത്തിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് അത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക നേട്ടവും അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വരുന്ന വിധത്തിലുള്ള എന്തൊക്കെയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് വരുന്ന രീതിയിൽ ഈ വ്യക്തിക്ക് കാര്യങ്ങൾ അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള പ്രശ്നത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അതിനെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള മനോധൈര്യം ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ശത്രുക്കളുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞു പോയിട്ടുള്ള, അല്ലെങ്കിൽ ആ ശത്രുക്കളുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ശത്രുക്കളുടെ സാന്നിധ്യം കുറയുക എന്ന് പറയുമ്പോൾ മോശപ്പെട്ട കാലഘട്ടം അവസാനിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്തരമൊരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള പേടിയും ഭയവും അതുപോലെ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും താനെ അലിയിച്ചു പോകുന്ന, അല്ലെങ്കിൽ താനെ ഇല്ലാതെയായി പോകുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളോട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ വെളിച്ചം. ആ വെളിച്ചത്തിൽ നിന്നും ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴാണോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ നിലകൊള്ളുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ, അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഈ ഒരു കണക്ഷൻ, ആ ഒരു കണക്ഷനെ കുറിച്ചിട്ട്, അതായത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെയധികം പാഷൻ നിറഞ്ഞിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് ഈ പേഴ്സൺ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആദ്യമൊക്കെ ഒരു നേരം പോക്കിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു സമയം പോക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ നോക്കിയിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ജീവിതത്തോടാണ് കൂടുതൽ താല്പര്യം. നിങ്ങളാണ് ഈ വ്യക്തിയുടെ എന്റർടൈൻമെന്റ്, അല്ലെങ്കിൽ സന്തോഷകരമാക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്.
നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വ്യക്തി തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകാതെ മാറിപ്പോയിട്ടുണ്ട്. അത് തീർത്തും തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കാനോ കൂടുതൽ അടുക്കാനോ സാധിക്കാഞ്ഞത്. അത് മാത്രമല്ല, ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയുടെ മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ ആരൊക്കെയോ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, നിയന്ത്രിക്കാൻ ശ്രമിക്കുക എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല, പുറകിലേക്ക് പോകാനും പറ്റാത്ത അവസ്ഥയിലാണ് നിന്നിരുന്നത്. ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണോ തടസ്സമായിട്ട് നിൽക്കുന്നത് അതെല്ലാം മാറ്റിവെച്ചിട്ട്, അതെല്ലാം ധൈര്യപൂർവ്വം നേരിട്ടുകൊണ്ട് പരിഹരിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള തുടക്കം എന്ന് പറയുന്നത് വളരെയധികം വ്യക്തതയോടുകൂടിയും സ്പഷ്ടമായും വേണമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ നിശബ്ദമായി ഇരിക്കുന്നതും നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നു നിൽക്കുന്നതൊക്കെ ഈ വ്യക്തി നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങൾ എത്രത്തോളം ദുഃഖത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. ഈ വ്യക്തി അത് നന്നായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാനോ കബളിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. പകരം ഈ വ്യക്തിയെ മറ്റുള്ളവർ കബളിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വ്യക്തി പാവം അറിഞ്ഞിരുന്നില്ല അവരുടെ കാപട്യ മുഖം. അവരിൽ ലയിച്ചു ചേരുകയും അവർ പറയുന്നത് സത്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങളെ മാറ്റി നിർത്താനാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അത് അബദ്ധമായി പോയി എന്നും മണ്ടത്തരമായി പോയി എന്നും പിന്നീടാണ് ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നത്. ഇപ്പോൾ ഈ വ്യക്തി അത്തരം എനർജികളെല്ലാം തന്നെ കളയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗം കളഞ്ഞതായും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നിങ്ങളാണെങ്കിലും ഒരുപക്ഷെ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാകാം, അത്തരം മോശപ്പെട്ട ബന്ധങ്ങൾ മാറ്റിവെച്ച് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് വേണം എൻ്റെ അടുത്തേക്ക് വരാൻ എന്ന് നിങ്ങളും ഒരുപക്ഷെ ഈ വ്യക്തിക്ക് താക്കീത് നൽകിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അതെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തിൽ തടസ്സമായി നിൽക്കുന്നത് ഏത് വ്യക്തിയാണെങ്കിൽ പോലും, ഏത് സാഹചര്യമാണെങ്കിൽ പോലും അതിനെ മാറ്റി നിർത്താനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ വെളിച്ചം. അതുകൊണ്ട് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതും സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള ചില തീരുമാനങ്ങളോട് കൂടിയായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അത് പഴയതുപോലെ നോ കോണ്ടാക്ട് അവസ്ഥയിലേക്കോ ബ്രേക്കപ്പ് അവസ്ഥയിലേക്കോ പോകുന്ന ഒരു രീതിയായി കാണപ്പെടുന്നില്ല. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങളെ ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സത്യം തന്നെയാണ്. ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഏത് സാഹചര്യത്തിലാണ്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഏത് അവസ്ഥയിലാണ്, നിങ്ങളുടെ മനോഭാവം എന്താണ് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ വേണമെന്ന് ഈ പേഴ്സൺ വാശി പിടിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നറിയാൻ ഈ വ്യക്തി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വ്യക്തി വളരെ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതും നിങ്ങൾ എവിടെയാണോ നിർത്തിവെച്ചത്, നിങ്ങളുടെ പ്രണയബന്ധം, പരിശുദ്ധമായ പ്രണയബന്ധം എവിടെയാണോ നിർത്തിവെച്ചത്, അവിടെ നിന്നും പുതിയ തുടക്കം, പുതിയ നല്ല നല്ല തുടക്കത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അത്തരം ഒരു തീരുമാനവും അല്ലെങ്കിൽ അത്തരം ഒരു സന്ദേശവും അറിയിപ്പുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഈ വ്യക്തി വരുന്നത്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കാതോർത്ത് പോസിറ്റീവായിരിക്കുക. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ, വായനയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതാണ് വാട്സപ്പ് നമ്പർ. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക.
അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.